നേരെ പോകുന്നത് ജമ്മു കാശ്മീരിലേക്കാണ്. ജമ്മു കാശ്മീരിൽ ഭീകരാക്രമണം, 5 പേർക്ക് പരുക്കേറ്റു. തെക്കൻ കാശ്മീരിലെ പഹൽഗാമിലാണ് ആക്രമണം ഉണ്ടായത്. വിനോദസഞ്ചാരികളെയാണ് ആക്രമിച്ചത്. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നു. ബൽറാം, എപ്പോഴാണ് ഈ ആക്രമണം ഉണ്ടായത്? പരുക്കേറ്റവരുടെ ആരോഗ്യനില എങ്ങനെയാണ്? പ്രവിധ അല്പസമയം മുമ്പാണ് ജമ്മു കശ്മീരിലെ തെക്കൻ കശ്മീരിലെ പഹൽഗാമിൽ ഭീകരാക്രമണം ഉണ്ടായത്. വിനോദസഞ്ചാരികൾക്ക് നേരെയാണ് ഈ ആക്രമണം ഉണ്ടായത്. പഹൽഗാമിലെ ബേസ്മാൻ ട്രക്കിംഗ് പോയിന്റിലേക്ക് വിനോദസഞ്ചാരത്തിനായി എത്തിയ 15-അംഗ വിനോദസഞ്ചാരി സംഘം, ഇവർ രാജസ്ഥാനിൽ നിന്നുള്ളവരാണ് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന പ്രാഥമിക വിവരം. ഇവർക്ക് നേരെയാണ് ഭീകരവാദികൾ തോക്കുപയോഗിച്ച് വെടിയുതിർത്തത്. ഇതിൽ ഒരു സ്ത്രീ PCR പോലീസ് കൺട്രോൾ റൂമിലേക്ക് ഫോൺ വഴിയാണ് ഈ ഭീകരവാദ സംബന്ധിച്ചുള്ള വിവരം അറിയിച്ചത്. തുടർന്ന് ഇപ്പോൾ പോലീസും സുരക്ഷാ സേനയും ഈ പ്രദേശത്തേക്ക് കുതിച്ചിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ അവിടെ എത്തിച്ചേരുമെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഈ പ്രദേശം മുഴുവൻ വളഞ്ഞാണ് ഈ സുരക്ഷാ സേന ഇവിടേക്ക് എത്തുന്നത് എന്നാണ് പോലീസ് അറിയിക്കുന്നത്. ഭീകരവാദികൾക്ക് രക്ഷപ്പെടാനുള്ള സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഇത്. ജമ്മു കശ്മീരിൽ തുടർച്ചയായി ഭീകരവാദി ആക്രമണങ്ങൾ ഉണ്ടാകാറുണ്ട്. സൈനികരെയും പോലീസിനെയും തീർത്ഥാടകരെ ഉൾപ്പെടെ ലക്ഷ്യം വെച്ചുള്ള ഭീകരവാദി ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും വിനോദസഞ്ചാരികളെ ലക്ഷ്യം വെച്ച ഒരു ഭീകരവാദ ആക്രമണം സമീപകാലത്തൊന്നും തന്നെ ജമ്മു കശ്മീരിൽ ഉണ്ടായിട്ടില്ല. ജമ്മു കശ്മീരിൻ്റെ പ്രധാന സാമ്പത്തിക സ്രോതസ് എന്നുള്ളത് വിനോദസഞ്ചാരമാണ്. അതുകൊണ്ട് തന്നെ ഭീകരവാദികൾ പോലും ഈ വിനോദസഞ്ചാരികൾക്ക് നേരെ ആക്രമണം നടത്തുന്ന സംഭവങ്ങൾ സമീപകാലത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. എന്നാൽ ഇത്തവണ അല്ലെങ്കിൽ ഇന്ന് പഹൽഗാമിൽ ഉണ്ടായിരിക്കുന്നത് രാജസ്ഥാനിൽ നിന്നുള്ള 15 വിനോദസഞ്ചാരികൾ അടങ്ങുന്ന സംഘത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അതിൽ 5 പേർക്ക് പരിക്കേറ്റിരിക്കുന്നു. ഒരാളുടെ നില അതീവ ഗുരുതരമാണ് എന്നാണ് PCR ലഭിച്ച സന്ദേശത്തിൽ വ്യക്തമാകുന്നത്. ഇയാളുടെ തലയ്ക്കാണ് വെടി ഏറ്റിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അമിതമായ രക്തപ്രവാഹമുണ്ട് എന്നാണ് ഈ PCR വിളിച്ച സ്ത്രീ അറിയിച്ചിരിക്കുന്നത്. സംഭവ സ്ഥലത്തേക്ക് പോലീസ് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ പോലീസ് എത്തി സ്ഥിതിഗതികൾ സംബന്ധിച്ചുള്ള ഔദ്യോഗികമായ വിശദീകരണം ലഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജമ്മു കശ്മീരിൽ എന്തായാലും ഈ ഇത്തരത്തിൽ ഒരു ആക്രമണം ഉണ്ടായതായി പോലീസ് സ്ഥിരീകരിക്കുന്നു. പ്രവിധ. ശരി, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ ഡൽഹിയിൽ നിന്നും നൽകിയത്. ഇടവേളയ്ക്ക് ശേഷമാണ് വലിയൊരു ഭീകരാക്രമണം അവിടെ ഉണ്ടാകുന്നത്. മാത്രമല്ല, വിനോദസഞ്ചാരികൾക്ക് നേരെയാണ് ഈ ആക്രമണം ഉണ്ടായത്. പരുക്കേറ്റവർ ചികിത്സയിലാണ്. ഒരാളുടെ നില ഗുരുതരമാണ് എന്നാണ് ബൽറാം നെടുങ്ങാടി നൽകുന്ന വിവരം.